ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ദിവസം അത്തരത്തിൽ സന്ധികൾ മാറ്റിവെച്ച എല്ലാ ബഹുമാനമുള്ള അച്ഛന്മാരോടും ഈ സെഷൻസ് നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. ഇത് തീർച്ചയായും വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് കരുതുകയാണ്. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 2 സെഷനുകളും ഒരുപാട് പുതിയ അറിവുകൾ നൽകി. തീർച്ചയായും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പങ്കുവയ്ക്കപ്പെട്ടത്. ഈ സെഷൻ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇതിന്റെ വീഡിയോസ് ചർച്ച് ആൻഡ് മീറ്റ് സെന്ററിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാ ബഹുമാനമുള്ള വൈദികരുടെയും സഹകരണം വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നത് നമുക്ക് ഏവർക്കും സ്നേഹവും ആദരവുമുള്ള ബഹുമാനപ്പെട്ട എബ്രഹാം സി തെരഞ്ഞച്ചനാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചർച്ച് ആൻഡ് മീറ്റ് സെന്ററിന്റെ വിവിധ സെഷനിൽ അച്ഛന്റെ പങ്കാളിത്തവും നേതൃത്വവും ശ്രദ്ധേയമായിരുന്നു, അനുഗ്രഹീതമായിരുന്നു. അച്ഛൻ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ വളരെ മാതൃകയുള്ള ജീവിതം നയിക്കുന്ന വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു അച്ഛനാണ്. വളരെ അടുക്കോടും ചിട്ടയോടും സാവധാനതയോടും കൂടെ തൻ്റെ വ്യക്തിപരമായ ജീവിതവും കുടുംബ ജീവിതവും ഇടവക ശുശ്രൂഷയും നിർവഹിക്കുന്ന അച്ഛനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഈ സെഷൻ തീർച്ചയായും മോഡറേറ്റ് ചെയ്യുവാൻ അച്ഛൻ എന്തുകൊണ്ടും നമുക്ക് യോജിച്ച ആളാണ്. അച്ഛൻ ഈ ഒരു ശുശ്രൂഷയിൽ സഹായിക്കുന്നവർക്ക് ഒത്തിരി സന്തോഷം അറിയിക്കുകയും വളരെ സന്തോഷത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ ലിജോച്ചാനെ അച്ഛൻ സ്വാഗതം ചെയ്യും. ലിജോച്ചാൻ മാത്രമല്ല, ചർച്ച് ആൻഡ് മീറ്റ് സെന്ററിന്റെ ട്രെയിനിങ് ടീമിന്റെ ഒരു അഭിവാജ്യ ഘടകമാണ്. കൂടുതൽ വിശദമായി അച്ഛൻ സ്വാഗതം ചെയ്യും. കൃത്യമായ സന്തോഷം അറിയിക്കുന്നു. എല്ലാ ബഹുമാനമുള്ള വൈദികരോടും എന്റെ സന്തോഷം അറിയിക്കുകയും എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. ഓവർ ടു യു അച്ഛൻ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഈ സെഷന് നൽകുന്ന ലിജോവറി സാറ്, പ്രിയപ്പെട്ട എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഈ ചർച്ച് അനിമേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഈ ക്ലാസ്സുകൾ അതെല്ലാവർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് നമുക്ക് മാസ്റ്ററിംഗ് പേഴ്സണൽ ഫിനാൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട ലിജോവറി സാറ് ക്ലാസ്സുകൾക്ക് നൽകുന്നതാണ്. കീഴ്വാഴ്പ്പ് സ്വദേശിയാണ്, എന്നാൽ കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ ഇടവഭാഗമാണ്. ഇപ്പോൾ സാറിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുമ്പോൾ ക്ലയന്റ് ഫോക്സ്ഡ് വെൽത്ത് മാനേജ്മെന്റ് ആയ കനോപ്പി വെൽത്തിന്റെ ഫൗണ്ടറും സിഇഒയുമാണ് സാറ്. അദ്ദേഹം SBI പോലുള്ള മുൻനിര ബാങ്കുകളിൽ, അതുപോലെ അതായത് NRI റെസിഡന്റ് ക്ലയന്റുകളുടെ ബാങ്കിങ് തുടങ്ങിയ മേഖലകളിലൊക്കെ 21 വർഷക്കാലം വളരെയധികം സുപരിചിതമായ സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. എന്നാൽ ആ ജോലിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പണം എങ്ങനെ ഫലപ്രദമായി ആസൂത്രണം ചെയ്യാം, അത് ഉപയോഗിക്കാം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ നാളുകളിൽ സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ അതെങ്ങനെ പണം കൈകാര്യം ചെയ്യാം എന്നുള്ള വലിയൊരു ലക്ഷ്യം, അത് സാറിൻ്റെ ഒരു വലിയൊരു പ്ലാനാണ്. ഒരു സർട്ടിഫൈഡ് റിട്ടയർമെന്റ് പ്ലാനർ കൂടിയാണ് സാറ്. നമ്മുടെ സാമ്പത്തിക ആസൂത്രണം ലളിതവും അത് ധാർമ്മികവുമാക്കുക, എല്ലാവരിലും എത്തിക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു ജോലി ഈ നൽകുന്ന ഒരു പ്രശസ്തിയേക്കാളൊക്കെ ഉപരിയായിട്ട് പണത്തെക്കാളൊക്കെ ഒരു പ്രൊഫഷണൽ എത്തിക്സിന് സാറ് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാറിൻ്റെ ഇന്നത്തെ ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹപ്രദമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട ലിജോവറി സാറിനെ ഈ സെഷനിലേക്ക്, പ്രത്യേകിച്ച് അനിമേഷൻ സെന്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൈത്താങ്ങൾ നൽകുന്ന സാറിനെ ഈ സെഷനിലേക്ക് ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട സാറിനെ ക്ലാസ് ഞാൻ ക്ഷണിച്ചു. താങ്ക് യു അച്ഛാ. പെൻസിച്ച ഷെയർ ചെയ്തേക്കട്ടെ. എബ്രാച്ച കാണാമോ? സാർ കാണാം. ഫുൾ സ്ക്രീൻ കാണാമല്ലോ, കുഴപ്പമില്ല അല്ലേ? കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്.
വെൽക്കം ചെയ്തതിനൊക്കെ വളരെയധികം നന്ദി. പ്രിയപ്പെട്ട റെൻസി അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ആനിമേഷൻ സെന്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി എൻ്റെ ഒരു റോള് ഫിനാൻസ് മാനേജ്മെന്റ് ആയതുകൊണ്ട് എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഞാനും ആനിമേഷൻ സെന്ററിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എത്രയോ പേരുടെ അടുക്കൽ പറയുന്ന ഒരു ചെറിയ സുവിശേഷം. എന്നിലൂടെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു ഫിനാൻസിന്റെ കാര്യങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അത് എത്ര വലിയ ആളാണേലും എത്ര ചെറിയ ആളാണേലും അവർക്ക് ഏറ്റവും നല്ലതായിട്ട് അവരുടെ ജീവിതത്തിൽ എൻ്റെ ഒരു സുവിശേഷം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ 21 വർഷത്തെ ബാങ്കിങ് ജീവിതം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പല സെയിൽസിൽ പല റോളുകളിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ വേണ്ട എന്ന് വെച്ച് ഈ ഒരു പ്രൊഫഷനിലോട്ട് മാറിയത്. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് കഴിയുന്നിടത്തോളം പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക, എത്തിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോ കാര്യങ്ങളുണ്ടോ അതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണം. ഏറ്റവും സീനിയർ ആളുകൾ മുതൽ ചെറിയ ജൂനിയർ അച്ഛന്മാർ വരെ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ടാകും. അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും വളരെ മിനിമലായിട്ടുള്ള രീതിയിലായിരിക്കും പറയുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ക്വസ്റ്റ്യൻ സെഷൻ നമുക്ക് ചോദിക്കാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനിത് തുടങ്ങുകയാണ്, നമ്മൾക്ക് സംസാരിക്കാം. ഓക്കെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഗോൾസ് ഉണ്ടാവും. നമ്മൾ എന്താകണം, എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം, നമ്മളെ ആരാക്കണം എന്ന് നമ്മുടെ പേരൻസ് മുതൽ നമ്മുടെ ജീവിതം എല്ലാം കണ്ടിന്യൂസ് ഇങ്ങനെ എന്താകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹങ്ങളാണ്, അല്ലൊരു പ്ലാനിങ്ങുകളാണ്, ഗോൾസുകളാണ്. അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഫിനാൻഷ്യൽ ഗോൾസ്. നമ്മൾ എപ്പോഴും പറയുന്നു കാശുണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, സാമ്പത്തികമായിട്ട് ഇതാകണം, അല്ലെ മറ്റുള്ളവരെ പോലെ ആകണം എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് വരുമ്പം പൈസ, സാമ്പത്തികം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഏറ്റവും നമ്മുടെ മനസ്സിൽ വരാവുന്ന ചിന്താഗതി. അതിനെ ഞാൻ ഏറ്റവും മൈന്യൂട്ടായിട്ട് മനസ്സിലാക്കിയത്, ഏറ്റവും ചെറിയ മാക്രോ ലെവലിൽ നമ്മളതിനെ കണക്ക് കൂട്ടിയാൽ ഒരാൾക്ക് വേണ്ട ഏറ്റവും ഫിനാൻഷ്യൽ ഗോൾസ് വേണ്ടത് അദ്ദേഹത്തിന് ചെറിയ ഗോൾസ് മുതൽ ഏറ്റവും വലിയ ഗോൾസ് വരെ, അടുത്ത ദിവസം മുതൽ അടുത്ത 3 മാസം മുതൽ അടുത്ത 3 വർഷം, അല്ലെ അതിന്റെ ജീവിതകാലം 60 വയസ്സാകുമ്പോൾ വരെ, അല്ലെ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ എങ്ങനെ, ഇങ്ങനെയെല്ലാം നമ്മുടെ ഗോൾസുകൾക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് എന്തൊക്കെയാണ് പ്രയോറിറ്റീസ്, നമ്മൾ എപ്പോഴും ഓരോരോ കാര്യങ്ങൾ, ഇന്ന വീട് വെക്കണം, ഇന്നത്, നമ്മൾ അതിന് പകരമായിട്ട് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും നല്ലതായിട്ട് പോകണം, എങ്ങനെയൊക്കെ പോകാം എന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇടയ്ക്കത്തെ ഓരോ മൈൽ സ്റ്റോൺസും അതിനകത്ത് കവേർഡ് ആവും. നമ്മൾ ഒന്നിനു വേണ്ടി മാത്രം വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഗോള് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക, ശരിയായിരുന്നോ, നമ്മുടെ കറക്റ്റ് ആയിരുന്നോ, നമ്മൾ ചെയ്യുന്ന ഫിനാൻസ്, നമ്മുടെ പ്ലാനിങ്ങുകൾ, നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്ലാനിങ്ങുകളെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ടാണോ പോകുന്നത്, നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ വർക്ക്, നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് ഇതെല്ലാം മീറ്റ് ചെയ്ത് പോകുന്നുണ്ടോ. ഇങ്ങനെയാണ് നമ്മളുടെ ക്ലിയർ ഗോൾസ് നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ബൈബിളിൽ നമ്മളെ ശരിക്കും ഒരു കാര്യവിചാരകരായിട്ടാണ് നമ്മളെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയ താലന്തുകൾ നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു, എത്രത്തോളം നമ്മൾക്ക് ദൈവം പല പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പാർട്ടായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നല്ല സമ്പത്തുള്ള വീടുകളിൽ നമ്മൾ ജനിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ സമ്പത്തുണ്ടായിരുന്ന വീടുകളിൽ നിന്ന് സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്ന് മുന്നോട്ട് വരുന്ന ജീവിതങ്ങളുണ്ടാകാം. ഇതെല്ലാം ദൈവം തന്നിരിക്കുന്ന ഓരോ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും, അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അത്യാവശ്യം നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോ താലന്തുകൾ, സമ്പത്തായിക്കോട്ടെ, നമ്മുടെ കഴിവുകളായിക്കോട്ടെ, നമുക്ക് കിട്ടിയ 1 നാണയോ 2 നാണയോ 3 നാണയോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഏറ്റവും ഫലപ്രദമായി എങ്ങനെ നമ്മൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടത്. പ്രത്യേകിച്ച് നമ്മളുടെ അച്ഛന്മാർക്ക് നമ്മുടെ ഈ ശുശ്രൂഷ വേളകളിൽ, കാലഘട്ടങ്ങളിൽ പലതരത്തിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം, നമ്മൾ സുവിശേഷങ്ങളും നമ്മൾ ശുശ്രൂഷകളും ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ എത്രത്തോളം സന്തോഷമില്ലായ്മ വരുന്നതിന്റെ മെയിൻ കാരണം നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ
നമ്മളെ അലട്ടുന്ന, അല്ലെ നമ്മുടെ ഒരു പേയ്മെന്റ് പോവാൻ, അല്ലെ നമ്മുടെ ഒരു ലോൺ പേയ്മെന്റ് പോവാൻ, നമ്മൾ നാളത്തെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പൈസകൾ, ഇതൊക്കെ മനസ്സിലില്ലാത്ത ഒരാൾ പോലും കാണണമെന്നില്ല. അത് ചെയ്തുകൊണ്ട് നമ്മൾ എത്രത്തോളം നമുക്ക് ഹാപ്പി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രവർത്തനങ്ങൾ. നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമ്മൾ നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഭാരങ്ങളുണ്ടാവും. ദൈവം നടത്തത്തില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ മാനസികമായി നമ്മളുടെ മനസ്സിൽ ആ ഒരു ഭാരങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് ഉണ്ടാകണം. നമ്മുടെ പ്രവൃത്തിയും, നമ്മൾ സുവിശേഷം ചെയ്യുമ്പോഴും, നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോഴും, നമ്മുടെ ഫാമിലിയും എല്ലാം സന്തോഷമായിട്ട് പോകാൻ നമ്മൾക്ക് ഈ ഒരു ഫിനാൻസ് ബാലൻസിങ് വളരെയധികം ആവശ്യമാണ്. പിന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന ഏത് മേഖലകളിലായാലും, നമ്മുടെ ഇടവകയുടെ സാമ്പത്തികമായാലും, നമ്മുടെ വീടിന്റെ സാമ്പത്തികമായാലും, നമ്മുടെ ചുറ്റുവട്ടത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയുടെ എല്ലായിടത്തും നമുക്ക് അതിനൊരു അക്കൗണ്ടബിലിറ്റി, നമുക്കൊരു കണക്കും ഉണ്ടായിരിക്കണം. അതാണ് കർത്താവ് നമ്മളുടെ ഈ ഒരു താലന്തിൽ, നമ്മളുടെ ഒരു ഫിനാൻസ് റിക്വയർമെന്റിൽ, ഈ ഒരു സഭയിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം. ഈ നമ്മളുടെ ലൈഫിൽ നമുക്ക് വേണ്ട പേഴ്സണൽ ഫിനാൻസ്, ഞാൻ കുറച്ച് സ്പീഡിൽ പോവാം, എന്നാലും നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു പേഴ്സണൽ ഫിനാൻസ്, നമ്മുടെ സ്വന്തമായിട്ട് നമ്മളിലേക്ക് നോക്കുക. നമ്മുടെ ഫിനാൻസ് എത്രത്തോളം ഉണ്ടാവും, നമ്മൾ എന്തായി തീർന്നു. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഭാരപ്പെടുന്ന ഒരു കാര്യം, നമ്മുടെ നാളത്തെ നാളിൽ നമ്മുടെ ഈ റിക്വയർമെന്റ്, ലോണ് അല്ലെ പേയ്മെന്റ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാകും എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിൽ നമ്മുടെ പേഴ്സണൽ ഫിനാൻസിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻകവും എക്സ്പെൻസും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അധികം ഇൻകം ഇല്ലായിരിക്കാം, പക്ഷെ നമ്മുടെ എക്സ്പെൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതെങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ പലരും പറയും ഇതൊക്കെ നടന്നു പോകുന്നു, അല്ലാതെ നമ്മുടെ ഒന്നുമില്ല. ശരിയാകാം. പക്ഷെ എന്നാലും ഇന്ന് മുതൽ നമ്മുടെ ഒരു പേഴ്സണൽ ഫിനാൻസിൽ നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകവും എക്സ്പെൻസും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി വരുന്ന അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മുടെ സർപ്രൈസസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം. ഏതൊരു കാലഘട്ടത്തിൽ, എത്രത്തിലാണെങ്കിൽ. നമ്മൾ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ നമുക്ക് ഹെൽത്ത് ബുദ്ധിമുട്ടുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, നമ്മൾക്ക് എമർജൻസി ആയിട്ട് ഫണ്ടിന്റെ ആവശ്യങ്ങളുണ്ടാകാം, ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടാകാം, അങ്ങനെയൊക്കെ പല 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 കാര്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ ഏറ്റവും അടുത്തായിട്ട് വേണ്ട നമ്മുടെ ഒരു പേഴ്സണൽ ഫിനാൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എമർജൻസി ഫണ്ട്. നമുക്കൊരു അടുത്ത 6 മാസത്തേക്ക് നമ്മുടെ കയ്യിൽ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാതെ എന്ന് പറഞ്ഞാൽ ഏറ്റവും സേഫായിട്ട് നമ്മൾക്ക് പോകത്തക്കോണം ഒരു 6 മാസത്തെ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അതാണ് അടുത്ത നമ്മുടെ പേഴ്സണൽ ഫിനാൻസിലെ ഇമ്പോർട്ടൻ്റ് കാര്യം. മൂന്നാമത്തെ കാര്യം നമ്മളുടെ കൺട്രോൾ സൈക്കിൾ എന്ന് പറയും. ഇത് ഞങ്ങൾ ബേസിക്കലി ഫിനാൻസിൽ നമ്മൾ പറയും 5-3-2, ഒരു തമ്പ് റൂളായിട്ട് പറയും. 50, 30, 20. നമ്മൾക്കൊരു 100 രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ആ 100 രൂപയിൽ നമ്മൾക്കൊരു 50 രൂപ നമ്മുടെ ഫിക്സഡ് എക്സ്പെൻസസ് ആയിരിക്കും. നമ്മുടെ വീട്ടിലെ ചിലവ്, പേഴ്സണലിലെ ചിലവ്, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ട ചിലവുകൾ, അങ്ങനെ പല 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 കാര്യങ്ങൾ കാണും. അടുത്തൊരു 30 രൂപ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലേക്ക്, അല്ലെ ഹോസ്പിറ്റൽ അഡീഷണൽ ചിലവ്, അല്ലെ നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടുള്ള ചിലവ്, ഇങ്ങനെയുള്ള കുറച്ച് പൈസ അതിനും കൂടെ വേണ്ടി വരും. ഈ 50, 30, 20 ആ 20% എന്ന് പറയുന്നത് നമ്മൾ മസ്റ്റായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സേവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ 20% അല്ലെ 20 രൂപയാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും നമ്മളുടെ ഫിനാൻസിനെ മൊത്തം ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് നമ്മൾക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ ഇവിടെ ഒരു ചെറിയ സമയം കൊണ്ട് പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരായിരിക്കാം. പലരും സേവ് ചെയ്യുന്നുണ്ടാകാം, ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാകാം, ചിലർ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടാകാം, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇത് നമ്മളുടെ പേഴ്സണൽ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഈ 20% അല്ലെങ്കിൽ 20 റുപ്പീസ്, ഇതാണ് നമ്മുടെ ലൈഫിനെ ഏറ്റവും സന്തോഷകരമാക്കുന്നത് ഇൻ ഫിനാൻസ് ടേംസ്. നമ്മുടെ റിക്വയർമെന്റ്സ്, എമർജൻസി ഫണ്ടിൽ, നമ്മുടെ റിട്ടയർമെന്റിൽ, അങ്ങനെയുള്ള എല്ലാ ലൈഫിലും വേണ്ടത്. അപ്പോൾ നമ്മളുടെ ബേസിക് സേവിങ്സ്, ഇതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ് നമുക്ക് ബേസിക് സേവിങ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ? ആർക്കെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, നമ്മുടെ ബേസിക് സേവിങ്സിൽ നമുക്ക് ഏറ്റവും കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ആണ്. നമ്മുടെ ബാങ്കുകളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതില്ലാത്തവരാരും കാണില്ല. നമ്മളുടെ ദിനം പ്രതിയുള്ള ചെലവുകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സേവിങ്സ് അക്കൗണ്ട്. അതിന് നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2.4%,
ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കബിൾ ആകുന്നത്. അടുത്ത നമ്മുടെ മെയിൻ സേവിങ്സ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ബാങ്ക് ഡെപ്പോസിറ്റ്. ഇവിടെ നമ്മൾക്കൊരു 6 to 8% വരെയൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് റിട്ടേൺ കിട്ടും. ഇതാണ് നമ്മൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മുടെ ഫിനാൻഷ്യൽ ടേംസിൽ. ഇത് 7 ദിവസം മുതൽ 10 വർഷം വരെ നമുക്ക് ടേമിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. എല്ലാ ബാങ്കുകളിലും എല്ലാം പറ്റും. അടുത്ത നമ്മുടെ സേവിങ്സ് ഒരു ഓപ്ഷനാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പറയുന്ന പോലെ RD എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങളാണ്. ഇതും ബാങ്കിന്റെ പോലെ തന്നെ ഒരു 6 to 7% റിട്ടേൺ. ഇത് ബാങ്കുകൾ കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും. അടുത്താണ് നമ്മൾ ബേസിക്കലി നമ്മുടെ ബാങ്കിന് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് സ്കീംസ്. പോസ്റ്റ് ഓഫീസ് വഴിയുള്ള NSE, നാഷണൽ സേവിങ്സ്, ഇപ്പൊ റിട്ടയർ ആയി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീംസ്, ഇങ്ങനെയുള്ള കുറേ സ്കീംസുകൾ ബാങ്കിലും പോസ്റ്റ് ഓഫീസും വഴി നമുക്ക് അവൈലബിൾ ആണ്. ഈ ബേസിക്സ് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെ ബേസിക് സേവിങ്സിന്റെ കൂടെയാണ് ഞാനൊരു ആഡ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഞാൻ ടോപ്പിക്സിലോട്ട് വളരെ പെട്ടെന്ന് കയറുവാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എനിക്കറിയാം നമ്മുടെ കൂടെ BCom അല്ലെ MCom ഫിനാൻഷ്യൽ ടേംസ് ഒക്കെ പഠിച്ച അച്ഛന്മാരുണ്ട് കഴിഞ്ഞോളൂ. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും ആ ഒരു കഴിഞ്ഞവർക്ക്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെ ഓണേഴ്സ് ആകുന്ന ഒരു ഫെസിലിറ്റീസ് ആണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇത് ഷെയർസ് ഉണ്ട്, ഡെറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതെന്ന് വെച്ചാൽ ബോൺസ്, ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്. നമ്മൾ കേട്ടിട്ടുണ്ടാകും NCD എന്നൊക്കെ പറഞ്ഞ്, നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ്. അത് ഫോർ എക്സാമ്പിൾ ഞാനൊരു കമ്പനിയുടെയും പേര് പറയുകയല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മുത്തൂറ്റ്, കോശമറ്റം ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ നമ്മൾക്ക് ഈ ബോണ്ട് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ. അടുത്ത അതിനകത്ത് ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇതൊരു പ്രൊഫഷണലി മാനേജ്ഡ് ചെയ്യുന്ന ഇക്വിറ്റി ഡെറ്റിന്റെ ഒരു കോമ്പിനേഷനാണ്. ഞാൻ കുറച്ചുകൂടെ സ്പെസിഫൈ ആവുന്ന ഈ ഒരു കാറ്റഗറി ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയാണ്. നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഇക്വിറ്റി ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ NCD അല്ലെ കോർപ്പറേറ്റ് ബോണ്ട്, കമ്പനി ബോണ്ട്, തേർഡ് വൺ മ്യൂച്വൽ ഫണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഇക്വിറ്റി മാർക്കറ്റിന് വേറെ ഒരു പേരുണ്ട്, എന്താണെന്നറിയാമോ? ഇക്വിറ്റി എന്ന് പറയുന്നതിന് ആർക്കെങ്കിലും അറിയാമോ? പറയാമോ? ഓക്കെ, എന്താ വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ്. യെസ്, ആബ്സല്യൂട്ട്ലി. ഇക്വിറ്റിക്ക് പറയുന്ന വേറൊരു പേരാണ് സ്റ്റോക്ക് അല്ലെ ഷെയർ. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു പ്രൊപ്പോർഷൻ അതാണ് ആക്ച്വലി ഇക്വിറ്റി അല്ലെ ഒരു പാർട്ട് ഓഫ് ദാറ്റ്. നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റലിന്റെ ഒരു പാർട്ട് നമ്മൾക്ക് തരും ഇക്വിറ്റീസ്. അപ്പം നമ്മൾ ആ ഒരു കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഒരു പോർഷൻ, ഒരു ഓണർഷിപ്പിന്റെ പാർട്ട് നമുക്ക് തരും. ഇത് നമ്മൾ ഇൻഡിവിജ്വലി മാനേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളാണ് ഈ ഒരു സ്റ്റോക്ക് പർച്ചേസ് ഇങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളാണ് അതിന്റെ റിസ്ക് ടേക്കേഴ്സ്. നമ്മൾ ആ കമ്പനിയെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ലിജോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഉടനെ നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റിൽ എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് നിങ്ങൾ ലിജോയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ കമ്പനിയുടെ ഷെയർ മേടിക്കുന്നു, അതിനെ മോണിറ്റർ ചെയ്യുന്നു, അതെങ്ങനെ പോകുന്നു, അതിന് പ്രോഫിറ്റ് ഉണ്ടോ, ഇതെല്ലാം നോക്കിയാണ് നമ്മൾ ലിജോ എന്ന് പറയുന്ന കമ്പനിയെ ഹോൾഡ് ചെയ്യുന്നത്. ആ റിസ്ക് നമ്മളാണ് എടുക്കുന്നത്, മനസ്സിലാക്കാനുള്ള റിസ്ക്. അതിന്റെ റിസ്ക് ആണ് ഏറ്റവും വലിയ റിസ്ക്. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബോണ്ട്സ്. ഈ ബോണ്ട് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പല കമ്പനികൾ ഇറക്കുന്നുണ്ട്. ഇത് ഗവൺമെന്റ് ഓൺഡ് ബോണ്ട്സ് ഉണ്ട്. നമ്മൾ പ്രോപ്പർട്ടി വിൽക്കുന്നതിന് ക്യാപിറ്റൽ ഗെയിനിന് വേണ്ടി നമ്മൾ 54 EC ബോണ്ട്സുകൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ഓൺഡ് ബൈ ദ ഗവൺമെന്റ് ആണ്, സെക്യൂർഡ് ബൈ ദ ഗവൺമെന്റ്. അതുപോലെ തന്നെ നമ്മളുടെ KSEB ഇറക്കുന്ന ബോണ്ടുകളുണ്ട്, ബാങ്കുകൾ ഇറക്കുന്ന ബോണ്ടുകളുണ്ട്, ഉത്തർപ്രദേശ് പവർ കോർപ്പറേഷൻ ഇറക്കുന്ന ബോണ്ടുകളുണ്ട്. ഇങ്ങനെ പല 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 ഇന്ത്യയിൽ ആകമാനം ബോണ്ടുകളുണ്ട്. നമ്മൾ കേൾക്കാത്ത കമ്പനികൾ ഇറക്കുന്ന ബോണ്ടുകളുമുണ്ട്. അപ്പൊ നമ്മൾ ഈ നമ്മുടെ ചുറ്റുപാട് തന്നെ തിരുവല്ല എന്ന് പറയുന്ന ലൊക്കേഷൻ തന്നെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഒത്തിരി കമ്പനികളുണ്ട്. NCD, നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് പോലെയുള്ള ബോണ്ടുകൾ. അത് നമ്മൾ RBI അപ്രൂവ്ഡ്, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് എന്നൊക്കെ പറഞ്ഞ് ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. അതാണ് നമ്മൾ NBFC എന്ന് പറയും, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്ന് പറയും. അതാണ് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ നമുക്ക് തരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15%, 12, 13, 14, 15% ഒക്കെ നമുക്ക് തരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുന്ന ഒരു ഫാക്ടർ എന്താണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഫാക്ടറാണ്. വൺ മോർ തിങ്, ഇക്വിറ്റി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു റിസ്ക് ഉണ്ട്. നമുക്ക് കമ്പനി നമുക്ക് പൂട്ടിപ്പോയാൽ നമ്മുടെ പൈസ നഷ്ടപ്പെടും.
കമ്പനിയിൽ വോളറ്റാലിറ്റി ഉണ്ട്, ഷെയർ കൂടാൻ കുറയാം, അങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഇക്വിറ്റി മാർക്കറ്റിൽ നടത്തപ്പെടും. പക്ഷെ ബോണ്ടിൽ നമ്മൾക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അവർ പറയും, നമുക്കൊരു കൂപ്പൺ റേറ്റോ വാട്ടോ റേറ്റ്സ് ഒരു 15% അല്ലെങ്കിൽ 12%, 10% എന്നൊക്കെ പറയും. അതാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ കൂടെ തന്നെ അതിന്റെ താഴെ ഏറ്റവും അടിയിൽ ചിലരെഴുതും, ചിലർക്കില്ലാതെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ക്രിസിൽ അല്ലെ കെയർ ഇങ്ങനെയുള്ള റേറ്റിംഗ് കമ്പനി, ഇന്ത്യയിലെ റേറ്റിംഗ് കമ്പനികൾ നമ്മുടെ ബോണ്ടുകളെ, ഈ കമ്പനികളെ റേറ്റ് ചെയ്യും, അവരുടെ സെക്യൂരിറ്റി. അപ്പം AAA തൊട്ട് AAA- വരെയാണ് ഇതിന്റെ റേറ്റിംഗ്. പല 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 സ്കെയിലിങ്ങിന് റേറ്റിംഗ് ഉണ്ട്. അപ്പൊ AAA എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സോവറിൻ ഗോൾഡ്. നമ്മുടെ ഏറ്റവും ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ബോണ്ട് പോലെ, ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയോടുകൂടിയുള്ള ഏറ്റവും ഹൈ സെക്യൂർഡ് ബോണ്ടുകളാണ്. ഈ ബോണ്ടിന്റെയൊക്കെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 6.25, 7 അല്ലെങ്കിൽ ഏകദേശം റിപ്പോ റേറ്റിന് തൊട്ടടുത്തൊക്കെ നമുക്ക് റേഞ്ച് കിട്ടുള്ളൂ. അതായിരിക്കും അതിന്റെ റിട്ടേൺ. അപ്പോൾ ഒരു 15 കിട്ടുന്ന ബോണ്ടിന്റെ റേറ്റിംഗ് എന്തായിരിക്കും? ഒബിയസ്ലി നെഗറ്റീവ് BBBയോ ഒക്കെ ആയിരിക്കും. ഇതാണ് ഇതിന്റെ റിസ്ക് ഫാക്ടർ. ഇതറിയാതെയാണ് നമ്മൾ പലപ്പോഴും അതിനകത്തോട്ടും പോയി ബോണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിസ്ക് ഫാക്ടർ. ഇതെല്ലാം നമ്മുടെ ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ്. നമ്മൾ എടുക്കുന്ന റിസ്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അടുത്ത ഫാക്ടറാണ് മ്യൂച്വൽ ഫണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഇപ്പം സംസാര വിഷയമായിരിക്കുന്ന ഒരു ഫാക്ടറാണ്. ഇത് പണ്ട് തൊട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ ആരും കേട്ടിട്ടില്ല. എല്ലാ ഫാക്ടറിന്റെ അടിയിലും ഈ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്ന ഒരു വാക്കുള്ളതുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് നോക്കില്ല. മറ്റേടത്ത് രണ്ടും ഇതൊന്നും കാണാറില്ല. അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല. മ്യൂച്വൽ ഫണ്ട് ഓൺവേർഡ്സ് നമ്മൾക്ക് ഈ ഒരു വാക്ക് വെക്കാം, സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് ഉണ്ട്. അതോടുകൂടി നമ്മൾ എല്ലാവരും പേടിക്കും, അയ്യോ മ്യൂച്വൽ ഫണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് മാനേജ് ബൈ ദ പ്രൊഫഷണൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഫണ്ട് ഹൗസസിനും ഓരോ പ്രൊഫഷണൽ മാനേജേഴ്സ് ഉണ്ട്. അവര് നമ്മൾക്ക് വേണ്ടി നല്ല ഷെയർ ചൂസ് ചെയ്യും, നല്ല ബോണ്ട് ചൂസ് ചെയ്യും, അവര് മാനേജ് ചെയ്യും നമ്മൾക്കൊരു റിട്ടേൺ തരാൻ വേണ്ടി. അതാണ് അവരുടെ ചോയ്സ്. അതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ മ്യൂച്വൽ ഫണ്ടിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ കാര്യം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞത്, SIP. ഞാൻ എപ്പോഴും പറയും 8 വണ്ടേഴ്സ് ഇൻ ദ വേൾഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. 2 ബെനിഫിറ്റ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന് കോസ്റ്റ് ആവറേജിങ്, റുപ്പി കോസ്റ്റ് ആവറേജിങ്. സെക്കൻഡ് കോമ്പൗണ്ടിങ് എഫക്റ്റ്. ഇത് രണ്ടും ഇതിനകത്ത് വരും. ഇത് രണ്ടും പറഞ്ഞു തരാനായിട്ട് ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. നമ്മൾ ഇടുന്ന ഒരു FD, ബാങ്കിൽ ഇടുന്ന ഒരു FD 8% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷം കഴിയുമ്പം 8000 രൂപ കിട്ടും. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയും. 8000 രൂപ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ചില ബാങ്കുകൾ ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ഉണ്ട്. ദാറ്റ് മീൻസ് ഓരോ 3 മാസം കൂടുമ്പോഴും അതിന്റെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും. 8% ഇൻട്രസ്റ്റ് അവിടെ ആഡ് ചെയ്യും, ഡിവൈഡ് ബൈ 4 വെച്ച്, ഓരോ ക്വാർട്ടർ വെച്ച്. ആ 8% ആഡ് ചെയ്യും, അതിന്റെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള അടുത്ത ക്വാർട്ടറിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വർഷം കഴിയുമ്പം 8.25% കിട്ടും നമ്മൾക്ക്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെയാണ് നമ്മൾക്ക് ആ എഫക്റ്റ് കിട്ടുന്നത്, കോസ്റ്റ് ആവറേജിങ്. കോസ്റ്റ് ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോസ്റ്റ് പല സമയത്തും നമുക്ക് ആവറേജ് ചെയ്യും, അത് കോമ്പൗണ്ട് എഫക്റ്റ് നമുക്ക് കിട്ടും. അവിടെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ 8 വണ്ടേഴ്സ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത്. ഇത് ഒത്തിരി എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ചിലർ ചെയ്തിട്ടുണ്ടാകും, ചിലര് ചെയ്യണോ വേണ്ട എന്ന് മനസ്സിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. ഇതാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു 2 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന്, ഇത് ഒരു മന്ത്ലി ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. എവറി മന്ത് നമ്മൾക്കൊരു 100 രൂപ 250 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ അത് ഡിസിപ്ലിൻഡ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഈ പറയുന്ന മാർക്കറ്റിലോട്ടും ബോണ്ടിലോട്ടും ഒക്കെ ആയിരിക്കും ഇത് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. അത് നമുക്ക് തന്നുകൊണ്ടിരിക്കും, ഡിസിപ്ലിൻഡ്. അപ്പൊ നമ്മളുടെ കൾച്ചറിൽ, നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒന്ന്, നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എവറി മന്ത് നമുക്കിത് പൊക്കോണ്ടിരിക്കും. നമ്മളൊരു കാര്യങ്ങൾ റുട്ടീനായിട്ട് ഒരു വർഷം നമ്മൾ ചെയ്ത് നോക്കുക, നമ്മുടെ ലൈഫിൽ റുട്ടീനായി മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് പൊക്കോണ്ടിരിക്കും. സെക്കൻഡ്, നമ്മുടെ സേവിങ്സ് മാറും. ഞാൻ കാൽക്കുലേഷൻ കാണിക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സേവിങ്സിന്റെ ഒരു ലെവല് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് എത്രത്തോളം ഉണ്ടോ, നമ്മൾ എത്രത്തോളം അവിടെ ഹാപ്പിയാണോ, നമ്മുടെ എല്ലാ ശുശ്രൂഷകളും സന്തോഷകരമായിരിക്കും. നമ്മുടെ ലൈഫിൽ ഒരു ബേർഡൻ, നമ്മളെ പുറകോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പോട്ടുള്ള മൂവ്മെന്റ് എന്ന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇതേ ട്രാക്കിൽ, ഈ റോഡ് മാപ്പിൽ, ഞാൻ ഇതെല്ലാം റോഡ് മാപ്പ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഈ റോഡ് മാപ്പിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഐഡിയൽ ഫോർ റിട്ടയർമെന്റ്
എഡ്യൂക്കേഷൻ ആൻഡ് ഫ്യൂച്ചർ മിനിസ്ട്രി നീഡ്സ്. പർട്ടിക്കുലറായിട്ട് ഞാൻ അത് എഴുതിയാണ്. കാരണം നമ്മൾ റിട്ടയർ ആയാലും നമ്മൾക്ക് വീണ്ടും ചെയ്യാനുള്ള വേലകളുണ്ട്. നമുക്ക് കിട്ടുന്ന ചെറിയ പെൻഷൻ ആയിരിക്കാം, ആ പെൻഷൻ കൊണ്ട് ചിലപ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നാൽ പോലും നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നമ്മൾക്ക് നമ്മുടെ റിട്ടയർമെന്റ് കിട്ടുന്ന ആ പർപ്പസ് കൊണ്ടൊന്നും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സ് അത് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഏറ്റവും സന്തോഷകരമായിട്ട് നമുക്ക് മുന്നോട്ട് അത് ചെയ്യാൻ പറ്റും. ഞാൻ ഈ SIP എന്ന് പറയുന്നതിന്റെ ഒരു കാൽക്കുലേഷനാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ അടുത്ത ഒരു 5 വർഷം ഒരു 5000 രൂപ വെച്ച് എനി എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ മുമ്പേ പറഞ്ഞ 100 രൂപ തൊട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. അതിനിടയ്ക്ക് ഞാൻ ഒരു 5000 രൂപ എന്ന് കാൽക്കുലേഷൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. 5000 രൂപ നമ്മൾ 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണ്. ഒരു 13% ആനുവൽ റിട്ടേൺസ് നമുക്ക് കിട്ടുവാണെങ്കിൽ, എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്, ഗ്യാരണ്ടീഡ് അല്ല, ഒന്നുമല്ല, കിട്ടുവാണെങ്കിൽ നമുക്ക് 5 വർഷം കഴിയുമ്പോൾ ഏകദേശം ഒരു 4.15 lakhs നമുക്ക് കിട്ടും. ഇത് ഞാൻ ഇത്ര ഷോർട്ട് പീരീഡിൽ പറയാനുള്ള കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇനിയും നമ്മുടെ സർവീസിൽ നമുക്ക് 5 വർഷം ഉള്ളവരുണ്ടാകാം, 4 വർഷം ഉണ്ടോ, 6 വർഷം ഉണ്ടോ, നമുക്ക് ചൂസ് ചെയ്യാം ഇഷ്ടം പോലെ. ഇങ്ങനെ ഒരു ടൈമോ 5 വർഷമോ 2 വർഷമോ ഒന്നുമില്ല. ഇന്നെ കാണാൻ വന്ന ആൾക്ക് നെക്സ്റ്റ് 2 years കൊണ്ടാണ് റിട്ടയർമെന്റ് വേണ്ടത്. അവർക്ക് 2 years കൊണ്ട് വേണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 5 years 2 years ഒന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഇയറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു റിട്ടേൺ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. 5 years കൊണ്ട് 5000 rupees വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ ഏകദേശം 3 lakhs ഇൻവെസ്റ്റ് ചെയ്യും. നമുക്ക് 4.15 lakhs കിട്ടും 5 year-ന്റെ. ഇത് ഞാൻ നേരെ 10 year-ലോട്ട് മാറ്റുവാണ്. ഇതേ സെനാരിയോ, വ്യത്യാസമൊന്നുമില്ല. ഈ 10 വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് 13% റിട്ടേൺ ആണെങ്കിൽ 11,81,000 രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ ഡബിളിനേക്കാളും കുറച്ചുകൂടെ കൂടി. ഇനി ഞാൻ ഒരു സെനാരിയോ എടുക്കുവാണ്. 15 വർഷം ഇൻവെസ്റ്റ്മെന്റ് 9 ലക്ഷം ആയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ റിട്ടേൺസ് മാറി, മൾട്ടിപ്ലെയർ മാറി, 25 lakhs ആയിട്ട് മാറി. ദാറ്റ് മീൻസ് ഓരോ 5 വർഷവും കൂടുമ്പോൾ നമ്മുടെ മൾട്ടിപ്ലെയർ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഞാൻ മുമ്പേ ആദ്യമേ പറഞ്ഞ റുപ്പി കോസ്റ്റിങ്ങും കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ്. ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ചെയ്ത് തുടങ്ങി. 15 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിങ്ങിന്റെ സ്പീഡ് കൂടി. അതുകൊണ്ടാണ് നമുക്ക് 11 ലക്ഷത്തിൽ നിന്ന് നേരെ 25 ലക്ഷത്തിലോട്ട് മാറിയതിന് 5 years എടുത്തുള്ളൂ നമുക്ക്. ലോങ് പീരീഡ്. ഇതേ പീരീഡ് ഞാൻ വീണ്ടും മാറ്റുവാണ്. 20 years, 20 വർഷം. 15 നിന്ന് 20 ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് വീണ്ടും ഡബിളായി, 51 ലക്ഷം രൂപ. അത് 30 വർഷമായപ്പോഴത്തേക്ക് 1.88 crores. ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണെന്നുണ്ടോ? 18 lakhs ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്, 5,000 rupees. ഒരു 30 വർഷം നമ്മുടെ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞ സർവീസിൽ നമ്മുടെ ശുശ്രൂഷയിൽ കയറുന്ന ഒരു അച്ഛന് ഒരു മാസം 1000 രൂപ നമ്മുടെ സേവ് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു 30 വർഷം അവരുടെ റിട്ടയർമെന്റ് കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് 1.88 crores ആവറേജ് 13% റിട്ടേൺ വെച്ചാൽ നമുക്ക് ലഭ്യമാക്കാം. ഞാൻ ഇൻഫ്ലേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കാൽക്കുലേറ്റ് ചെയ്തില്ല. ജസ്റ്റ് 13% ആനുവൽ റിട്ടേൺ, അത് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഇത് കാണിക്കാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ 5000-ന് പകരം ഒരു 1000-മോ 2000-മോ ഒക്കെ നമുക്ക് സേവ് ചെയ്ത് തുടങ്ങാം നമ്മുടെ ജീവിതത്തിൽ. ഇത് നമുക്കുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഈ ഇമ്പാക്റ്റ് ഉണ്ടായി കഴിയുന്നുണ്ടേ അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഇത്രയും വർഷം നമ്മൾ അടയ്ക്കണം, നമുക്ക് അടച്ചു വെച്ചാൽ എന്ന് കിട്ടും. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പം പൈസ വേണോ നമുക്ക് വിഡ്രോ ചെയ്യാം. നമ്മൾ ഈ 30 വർഷം വരെ ഒന്നും കാത്തിരിക്കേണ്ട. നമുക്ക് എന്ന് ആവശ്യമുണ്ടോ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാം. ഞാൻ എൻ്റെ 21 വർഷം ഞാൻ സർവീസിലുണ്ടായിരുന്നപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഇത് ഇൻവെസ്റ്റ് ചെയ്തു എന്നൊന്ന് വിചാരിച്ച് നമുക്ക് ദുഃഖത്തിനിടയാവില്ല. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മുന്നോട്ട് പോകും, നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കും. നമുക്ക് പൈസ നാളെ വേണോ നാളെ എടുക്കാം, അടുത്ത വർഷം നമുക്ക് വേണോ അടുത്ത വർഷം എടുക്കാം. ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യാം. 5000 10,000 ആക്കണോ 10,000 ആക്കാം, 5000 1000 ആക്കണോ 1000 ആക്കാം, 250 ആക്കണോ ആക്കാം. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഏറ്റവും വളരെ ഫ്ലെക്സിബിലിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ഒരിക്കലും ഒരു ബേർഡൻ ആകരുത്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ എമൗണ്ട് ആണെങ്കിലും നമുക്ക് സേവ് ചെയ്യാം. ഞാനിപ്പം കാണിച്ചൊരു 13% റിട്ടേൺ ആണ് കാണിച്ചത് ഇത്രയും വർഷത്തെ. ഞാനൊരു
ടോട്ടൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ആണ് കാണിക്കുന്നത്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന 1 to 3 ഇയർ 25 ഇയേഴ്സ് വരെ ഓരോ മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയും റിട്ടേൺ ആണ്. കുറച്ച് ഞാൻ പിക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി കഴിഞ്ഞ 25 വർഷം ആയിട്ട് 20.66% റൈറ്റ് സൈഡിലുള്ള കോളം 20.66% റിട്ടേൺസ് ഒരു പർട്ടിക്കുലർ ഫണ്ട് തന്നിട്ടുണ്ട്. 20.66%. ഞാൻ കഴിഞ്ഞ 20 വർഷത്തെ റിട്ടേൺ ഞാൻ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് 30 വർഷത്തെ കാണിച്ച ജസ്റ്റ് 13%. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് 20% റിട്ടേൺ അടുത്ത 25 വർഷം കിട്ടിയാൽ ഇത് 13% പെർ ആനം ആണ്. എവറി ഇയർ 30 ഇയേഴ്സും 13% വെച്ച് കിട്ടുന്നതാണ്. അതേ കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 30 ഇയേഴ്സ് 20.66%, 25 ഇയേഴ്സ്. അപ്പോൾ കിട്ടുവാണെങ്കിൽ നമ്മുടെ റിട്ടേൺ എന്തായിരിക്കും? ആ എക്സാമ്പിൾ തന്നെ 5,000 ഞാൻ 15% റിട്ടേൺ ആക്കി. 13 എന്നുള്ള 12% കൂടി 15 ആക്കി. 20 ഇയേഴ്സ് കഴിഞ്ഞാൽ 51 lakhs സ്ഥാനത്ത് 66 lakhs വന്നു. ഈ റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരാം, ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളല്ലേ, പുതിയ കാലങ്ങളിൽ എന്ത് സംഭവിക്കും എന്താണെന്ന്. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് സെൻസെക്സ് എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസ്. 1990s തുടങ്ങിയതാണ്, ഇന്ന് വരെ ഇത് പോകുന്നു. ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ആണ്. കയറി കുറഞ്ഞു, കയറി. ഇത് ലൈക്ക് ആൻ ECG. ഇത് ക്ലോസ് മോണിറ്ററിംഗിൽ എടുത്തു കഴിഞ്ഞാൽ ECG പോലെ ഇരിക്കും. ഓരോ ഡേ നമ്മുടെ വാല്യുവേഷൻ നോക്കി കഴിഞ്ഞാൽ. ഇത് അറിയാവുന്നവരായിരിക്കാം പലരും കൂടുതലും, എന്നാലും ഞാൻ പറഞ്ഞു തരികയാണ്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓരോ മാർക്കറ്റ് സെനാരിയോ ആണ്, ഓരോ ഇഷ്യൂസ്. റൈറ്റ് സൈഡ് മേളിൽ കാണിക്കാൻ അറിയാം, നമ്മൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കോവിഡ് പാൻഡമിക് ക്രൈസിസ്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും മാർക്കറ്റ് ഫോൾസ് ഉണ്ടായിരിക്കുന്നത്. ഈ മാർക്കറ്റിൽ ഈ പോർട്ട്ഫോളിയോ താഴെ പോയിരിക്കുന്നതാണ്. ഇത്രയും വലിയ ഫോൾ ഈ മാർക്കറ്റിൽ ഉണ്ടായതാണ് ഈ സമയത്ത്. അപ്പോൾ ഇതിന് മുൻപ് ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്തവരുടെ ലാഭം ഒറ്റയടിക്ക് ഇവിടെ പോയിട്ടുണ്ടാകാം. അവർക്ക് ഇവിടുന്ന് തീർന്നു എന്ന് വിചാരിച്ച് വീണ്ടും അവിടുന്ന് വന്നിരിക്കുന്നു, വീണ്ടും തീർത്തു വന്ന് കയറി വന്നു, ഇവിടെ വന്ന് വീണ്ടും താഴോട്ട് വന്നു, വീണ്ടും കയറുന്നു. മാർക്കറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ 13%, 15%, 20% ഒന്നുമല്ല. ഒരു ലോങ് ടേം റിട്ടേൺസിൽ നമ്മൾക്ക് സ്റ്റഡി ആയിട്ട് 10% മേളിൽ നമ്മളുടെ സേവിങ്സ്, നമ്മുടെ ലൈഫിൽ കോമ്പൗണ്ടിങ് എഫക്റ്റ് നമുക്ക് റിട്ടേൺ കിട്ടിയാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല റിട്ടേൺ കിട്ടും. ഒരു ചെറിയ എമൗണ്ട് വെച്ച് സേവ് ചെയ്താൽ നമ്മുടെ പെൻഷനോ അതൊന്നുമല്ല, അതിലും കൂടുതൽ റിട്ടേൺ കിട്ടും. ഇതേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാണ്. 5,000 rupees നമ്മൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ജസ്റ്റ് ഒരു 5% എവറി ഇയർ ഓരോ വർഷവും 250 രൂപ വെച്ച് നമ്മൾ കൂട്ടുവാണ്. നമ്മൾ 5 ലക്ഷം അടയ്ക്കുന്നു. ആ 5 ലക്ഷം അടുത്ത വർഷമാകുമ്പം 5,000 അടയ്ക്കുന്നു. അടുത്ത വർഷമാകുമ്പോൾ 5,250 അടയ്ക്കുന്നു. അങ്ങനെ ഒരു 250 രൂപ വെച്ച് നമ്മൾ കൂട്ടി കൊടുക്കും. ആ 66 lakhs become 77 lakhs 20 വർഷം കഴിയുമ്പോഴത്തേക്ക്. കാരണം നമ്മൾ ഓരോ വർഷം കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി കൂടാം, കുറയാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കൂടുവാണെങ്കിൽ ഒരു 5% എവറി ഇയർ 250 rupees വെച്ച് നമ്മൾ കൂട്ടിക്കൊടുത്താൽ പോലും നമുക്ക് ഇത്രയും കിട്ടും. അതാണ് അതിന്റെ അടുത്ത അട്രാക്ഷൻ. ഇത് നമ്മൾ ഡിലേഡ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മളിപ്പോൾ ഇന്ന് തുടങ്ങി നമ്മൾ അടുത്ത 20 വർഷം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 51 ലക്ഷം രൂപ നമുക്ക് കിട്ടും. അതിന് പേര് നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് ചെയ്യുവാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 12 × 5,000 60,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷേ ആ 60,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂവിന്റെ വ്യത്യാസം കണ്ടോ? ആഫ്റ്റർ 20 years 6,54,000 രൂപയുടെ വ്യത്യാസമാണ് നമുക്കുണ്ടാകുന്നത്. അപ്പൊ നമ്മളൊരു ഡിലേ ഇൻ അവർ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഒരു വർഷം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിലേ ചെയ്ത് അടുത്ത വർഷം തൊട്ട് ഞാൻ തുടങ്ങാം എന്ന് വിചാരിച്ചാൽ ആ ഒരു വർഷം കൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടം 20 years ടേംസിൽ 6,54,000 രൂപയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ് മന്ത്ലി. എന്നാൽ അതിന് പകരമായിട്ട് നമുക്കൊരു ലംസം നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ എന്നൊന്നുമില്ല, ഇവൻ 5,000 പൈസ ലംസം. ഞാൻ കാൽക്കുലേഷന് വേണ്ടി 1 lakh കാണിച്ചതാണ്. 1 lakh rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഈ 13% റിട്ടേൺ 20 വർഷം കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 11 ലക്ഷം രൂപ കിട്ടും. നമ്മുടെ ഗ്രാൻഡ് ചൈൽഡിന്റെ പേരിലോ ചൈൽഡിന്റെ പേരിലോ കുഞ്ഞുങ്ങളുടെ പേരിലോ ഒക്കെ നമുക്കിത് ചെയ്തിടാം ഒരു ലോങ് റണ്ണിലേക്ക്. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഒരു 1 ലക്ഷം രൂപ ഇട്ടു, അത് അവരുടെ മക്കൾക്ക് വേണ്ടി അവിടെ വർക്കൗട്ട് ആയിപ്പോകും. ഈ 13% റിട്ടേൺ കിട്ടിയാൽ
അതിന് പകരം അത് 15% കിട്ടിയാൽ നേരെ അത് 16,36,000 രൂപയായി. ഇൻസ്റ്റഡ് ഓഫ് 11 ഇറ്റ്സ് ബിക്കം 16 lakhs. 5 ലക്ഷം രൂപയുടെ വ്യത്യാസം, ജസ്റ്റ് 2% ആനുവൽ റിട്ടേൺ വ്യത്യാസം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്ന മാർക്കറ്റിൽ. ഈ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസും എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളുടെ ഈ സേവിങ്സും ഈ നമുക്ക് കിട്ടിയ പൈസ, ഈ പറയുന്ന 55 ലക്ഷം രൂപ ഒക്കെ നമ്മൾക്ക് കിട്ടി. നമ്മുടെ 20 വർഷം സർവീസ് കഴിഞ്ഞു, നമ്മൾ ഇങ്ങനെ 5000 രൂപ വെച്ച് സേവ് ചെയ്തു, നമുക്ക് 51 ലക്ഷം രൂപ കിട്ടി. ഈ പൈസ കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റിട്ടയർമെന്റ് ആയി. അവിടെയാണ് ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്രോഡക്റ്റ്, ഒരു സർവീസ് ഇതിനകത്തുണ്ട്, സിസ്റ്റമാറ്റിക് വിത്ഡ്രോവൽ പ്ലാൻ. ഇത് കേട്ടിട്ടുണ്ടാകും എല്ലാവരും, ചിലർ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ ഇതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളോട് പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ NRI സെഗ്മെന്റിലാണ് കൂടുതൽ ടൈം വർക്ക് ചെയ്തത്. അപ്പം ജോലി പോയിട്ട് വന്നവര്, റിട്ടയർമെന്റ് ആയി വന്നവര്, ഇവിടെ വന്നിട്ട് അവരുടെ ബാങ്കിങ് ബാലൻസ്, കാരണം ഞാൻ ചെയ്ത വർക്കിൽ NRIs ആണ്. അപ്പൊ NRIസിന്റെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ അവരെല്ലാവരും നമ്മളുടെ അവിടുത്തെ ഇൻട്രസ്റ്റ് ജീവിച്ച ലൈഫിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കുക ആ പൈസ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. പക്ഷെ നാട്ടിൽ റിട്ടയർഡ് ആയി തിരിച്ചു വരുന്ന അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. 6%, 7% ഇൻട്രസ്റ്റ് കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ്, ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ബേസിക്കലി ഒരു ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ ജീവിതത്തിൽ. എങ്ങനെ ജീവിക്കും? അപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൂണ് പോലെ ഓരോരോ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ? NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. അവർ 12-13% ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യും. അപ്പോൾ നമ്മളുടെ NRIs, നമ്മുടെ റിട്ടയർഡ് ആയ ആളുകൾ എല്ലാ പൈസയും കൊണ്ട് അങ്ങോട്ട് ഇടും. ഇട്ടിട്ട് അവർ 12%, ബാങ്കിൽ 6%, 7% കിട്ടുന്നതിന് പകരം 12% റിട്ടേൺ ഇൻട്രസ്റ്റ് കിട്ടും. എല്ലാവരും അതിന്റെ പുറകെ പോകും. അപ്പോൾ എന്താ സംഭവിക്കുക? കുറച്ചുനാൾ 12% കിട്ടും. അത് കഴിയുന്ന പ്രിൻസിപ്പൾ പോവും, ക്യാപിറ്റൽ പോവും, കമ്പനി പോവും. ഇതെല്ലാം സംഭവിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പോയി കഴിയുന്ന അവരുടെ മാനസിക സ്ഥിതി തന്നെ തകർന്നു പോകും. ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ഇങ്ങനെയുള്ള കമ്പനികളിൽ ഇട്ടിട്ട് പോകുന്നു. നമ്മൾ കാണാം ചുറ്റുവട്ടം, നമ്മൾ തന്നെ കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ കഥകളിലും നമ്മുടെ വീട്ടുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നല്ല ഇടവകളിലും ഒക്കെ കണ്ടു എത്രയോ പേരുകൾ ഈ പൈസ ഇങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് പറയുന്നതാണ് എല്ലാവരോടും, സിസ്റ്റമാറ്റിക് വിത്ഡ്രോവൽ പ്ലാൻ ഒരു റീപ്ലേസ്മെന്റ് ആണ് ഇത്. അധികം ഒന്നും നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഈ റോഡ് മാപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പ്രൊവൈഡിങ് സ്റ്റഡി ക്യാഷ് ഫ്ലോ ഡ്യൂറിങ് റിട്ടയർമെന്റ്. റിട്ടയർമെന്റ് ആണോ എന്നില്ല, നമുക്ക് ഇന്ന് തൊട്ട് വേണേലും എടുക്കാം. എവറി മന്ത് നമുക്ക് എന്തെങ്കിലും പൈസ കൊടുക്കേണ്ടതുണ്ട്, നമുക്ക് എവരി മന്ത് എടുക്കാൻ പറ്റും. വിഡ്രോ ഫിക്സഡ് എമൗണ്ട് റെഗുലർലി ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, ഇതാണ് ഏറ്റവും വലിയ ഓപ്ഷൻ. തേർഡ് വൺ, ടാക്സ് എഫിഷ്യൻസി ദാൻ ദ ട്രഡീഷണൽ. ഇതാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ പൈസയിൽ എവരി മന്ത് നമുക്ക് റിട്ടേൺ തന്നുകൊണ്ടിരിക്കുന്നു. ആ ക്യാപിറ്റലും ഗ്രോ ചെയ്യും, നമ്മുടെ വിഡ്രോവലും നടക്കും. ഇത് രണ്ടുമാണ് ഇതിൽ നിന്നാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ വർക്ക്. ഇത് എവിടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സ്റ്റഡി മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എത്രയാണോ മന്ത്ലി ഇൻകം എടുക്കുന്നത്, ആ മന്ത്ലി ഇൻകം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും നമ്മുടെ പെൻഷന് മേളിൽ. നിങ്ങൾ റിട്ടയർ ആയി കഴിയുന്ന റിട്ടയർമെന്റിന്റെ പെൻഷന്റെ മേളിൽ നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് എമർജൻസി ഫണ്ടിങ്ങിന് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണേലും നമ്മുടെ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാം. അടുത്തൊരു വാക്യാവേ സക്സഷൻ പ്ലാനിങ്. നമ്മുടെ ഇവിടെ ഏഷ്യയിലെ അല്ലെ കൊമ്പനാട് നമ്മൾ പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ്സ്. ഞാൻ ബാങ്ക് വർക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞാണ്, അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ. എന്താണ് ഇതിന്റെ പ്രശ്നം? നമ്മളിത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കും, എല്ലാവരും ഉണ്ടാക്കും, പൈസ ഉണ്ടാക്കും, ബാങ്കിലിടും. പക്ഷെ നെക്സ്റ്റ് ജനറേഷൻ ഇത് കൊടുക്കാൻ പറ്റുന്നില്ല. അത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സക്സഷൻ പ്ലാൻ. ഇങ്ങനത്തെ സ്കീമുകൾ ഏജ് SWP, കാരണം ഇത് കണക്റ്റഡ് ആവുകയാണ്, നമ്മുടെ ഫാമിലിയുമായിട്ട് കണക്ട്. നമ്മുടെ റിട്ടയർമെന്റ് മുതൽ നമ്മുടെ ഇൻകം കിട്ടുന്ന നമ്മുടെ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്ത് പോവാണ്. അവരറിയും ഈ പൈസ എങ്ങനെയാണ് വരുന്നത്, ഏതാണ്. നമ്മുടെ മക്കൾക്ക് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അവരുടെ ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കാം. സമ്പത്തല്ല പറഞ്ഞു കൊടുക്കുന്നെങ്കിലും ഈ ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാം. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഇൻപുട്ട് ആയിരിക്കും ഇത്. പിന്നെ നമ്മൾക്ക് മാസം കൊടുക്കുന്ന നമ്മുടെ ദശാംശത്തിന് ഒക്കെ ഇതുകൾ ഉപയോഗിക്കും. ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാക്ക് ഉപയോഗിച്ചത്. ഇത് കൊടുക്കാൻ വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. കുറച്ചുകൂടെ സ്പീഡിൽ ഞാൻ പോവാണേ. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ കാൽക്കുലേറ്റർ ആണ്. ഞാൻ മുമ്പേ പറഞ്ഞു 20 വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടിയത് 50 ലക്ഷം രൂപ. ആ 50 ലക്ഷം രൂപയിൽ നിന്ന് നമ്മൾ മാസം 35,000 രൂപ നമ്മൾ എടുക്കാൻ തുടങ്ങുവാണ്. എവറി മന്ത് 35,000 റുപ്പീസ്. നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നില്ല. നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം, ഈ 50 ലക്ഷം രൂപ നമ്മൾ ഇട്ടതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജസ്റ്റ് 10% റിട്ടേൺ നമുക്ക് കിട്ടണം.
പക്ഷെ മാസം മാസം എനിക്ക് 35,000 രൂപ വേണം. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 25 വർഷം, 60-ാമത്തെ വയസ്സിൽ നമ്മൾ തുടങ്ങി, അല്ലെ 40-ാമത്തെ വയസ്സിൽ, എത്ര വയസ്സുകളിൽ നമുക്ക് തുടങ്ങാം. 25 വർഷം 30 വർഷവും. നമ്മുടെ ഇനിഷ്യൽ എമൗണ്ട് 50 lakhs, ടോട്ടൽ വിഡ്രോവൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 1,05,00,000 രൂപ. ദാറ്റ്സ് 35 into 25 years. 25 വർഷം കഴിയുമ്പോൾ നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് ദി 50 lakhs becomes 1.10 crores. നമ്മൾ 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് മാസം 35,000 രൂപ തന്നു, നമ്മൾ 1,05,00,000 രൂപ വിഡ്രോ ചെയ്തു, ബാലൻസ് ഇപ്പം നമ്മൾ ക്ലോസ് ചെയ്താൽ നമുക്ക് 1,10,00,000 രൂപ ഉണ്ടാവും. ഇതാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്സ്. നമുക്ക് കിട്ടാൻ പറ്റുന്നത് 10% റിട്ടേൺ. അതിൽ കൂടുതലൊന്നുമില്ല. ഞാൻ പറഞ്ഞ 20% അല്ലെ ബ്ലേഡ് ബാങ്ക് പറയുന്ന 15% ഒന്നുമില്ല. ജസ്റ്റ് 10% റിട്ടേണിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യം ഞാൻ 10%-ന് പകരം 12% റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തു. ഈ 50 ലക്ഷം രൂപയ്ക്ക് 12% റിട്ടേൺ കിട്ടും, നമുക്ക് മാസം 35,000 രൂപ തരും. അങ്ങനെയാണെങ്കിൽ 25 years കഴിയുമ്പോൾ 2.59 crores ആയിരിക്കും നമ്മുടെ ആലുവെന്റിൽ ടോട്ടൽ ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് ജസ്റ്റ് 2% റിട്ടേൺ ഗ്രോത്ത് ചേഞ്ചസ്. അത് നമുക്ക് ഏകദേശം 1,40,00,000 രൂപയുടെ ഡിഫറൻസ്